വോസിഞ്ഞോ, മാസിയോ റൊസ, സി ജെ ഡോൺ സാന്റോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എണ്ണം പറഞ്ഞ കളിക്കാരുള്ള 58 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യം കപ്പേറ്റി വെർഡോ. എന്തായാലും ഇന്ന് ഈ ടീമിനെ കുറിച്ചാണ് പറയേണ്ടത്. അവരുടെ ആദ്യ കളിയിൽ തന്നെ സ്പെയിനിനെ ഞെട്ടിച്ചു. 7ലധികം സേവുകളാണ് അവരുടെ മുന്നിൽ നിന്ന് പട നയിച്ച ഗോൾ കീപ്പർ വോസിഞ്ഞോ. ഏകദേശം 40,000-ഓളം ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് മാത്രമുണ്ടായിരുന്ന വോസിഞ്ഞോ ഇന്ന് വേൾഡ് കപ്പിൽ നിന്നും പടിയിറങ്ങി പോകുമ്പോൾ 20 മില്യൺ ആളുകളാണ് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നത്. അത്രയുമൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ആളുകളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ടാവും ആ ഒരു താരം, ആ ഒരു ടീം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വളരെ ചെറിയൊരു ടീം വന്ന് സ്പെയിനിനെതിരെ ആദ്യത്തെ മത്സരം മത്സരിച്ചപ്പോൾ തന്നെ സ്പെയിന് ഇതൊരു എതിരാളിയെ അല്ലല്ലോ, സ്പെയിനിന് മുക്കി വലിച്ചു കയറ്റാൻ പോലും ഇല്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് സ്പെയിനെ ഞെട്ടിച്ചുകൊണ്ടൊരു സമനില. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരുടെ ഗോളി വോസിഞ്ഞോയുടെ വക എണ്ണം പറഞ്ഞ സേവുകൾ. വോസിഞ്ഞോ എന്ന ഒരു പ്ലെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഫുട്ബോൾ കളിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഉയരക്കുറവുണ്ട് എന്നുള്ളൊരു കാരണത്താൽ അദ്ദേഹം ചില സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തിനെ ഒഴിവാക്കപ്പെട്ടു. അങ്ങനെ തൻ്റെ വല്യമ്മച്ചിയുടെ കൂടെ വീട്ടിൽ വന്ന് വിഷമങ്ങളെല്ലാം വല്യമ്മച്ചിയോട് പറയും, വല്യമ്മച്ചിയുടെ കൂടെ ജീവിക്കുകയും ചെയ്ത് പിന്നീട് അദ്ദേഹം കളിച്ച് പല ക്ലബ്ബുകളിൽ കളിച്ച് ഒരു ബസ് കണ്ടക്ടറും അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനായിട്ടും ഒക്കെ ജോലി ചെയ്ത് അതിനുശേഷം അവരുടെ ടീമിനെ മുന്നിൽ നിന്ന് പട നയിച്ചു. ആ ഒരു പടനായകനെ ആരും മറക്കത്തില്ല. കാരണം അത്രയ്ക്കും ഉണ്ടായിരുന്നു ആ ഒരു ടീമിന് അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തൊരു ഇമ്പാക്റ്റ്. 58 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ 140 കോടിയിലധികം ജനങ്ങൾ വസിക്കുന്ന ഇന്ത്യയിൽ നിന്ന് എന്തുകൊണ്ട് ഒരു ടീം പോകുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരുപാടധികം ആളുകൾ അതിന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇത്രയധികം ആളുകൾ ഉണ്ടായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു 11 പേരെ പോട്ടെ 20 പേരെ പെറുക്കിയെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം മോശമാണ്. ലോകകപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിനെ മുന്നിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ പേര് അവിടെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് ഒരു അവസരം, അതും അത്രയും അധികം ആളുകൾ ശ്രദ്ധിക്കുന്ന ഇത്രയും വലിയൊരു ഇവന്റ്. നമുക്കറിയാം ഒളിമ്പിക്സ് പോലെ തന്നെ അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് നമുക്ക് ശ്രദ്ധ കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെയുള്ള ലോകകപ്പുകൾ. ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ രാജ്യത്തിന് അങ്ങോട്ട് നമ്മുടെ ടീമിനെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഇതെല്ലാം നേരത്തെ തന്നെ ഞാൻ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ ഫെഡറേഷന്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾക്കും എന്തോ ചുമ്മാ കസാരയിലിരുന്ന് കറങ്ങിയാലോ ഉരുട്ടി വിഴുങ്ങിയാലോ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങിയാലോ അവരുടെ കാര്യങ്ങൾ കഴിയുന്നു. അപ്പം തീഷ്ണതയോടുകൂടി ഇന്ത്യൻ ടീമിലെത്താനും ഇന്ത്യനെ നല്ലൊരു ലെവലിലേക്ക് എത്തിക്കാനും നല്ലൊരു മത്സരം ഇന്ത്യക്കായി കാഴ്ചവെക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാട് യുവാക്കളുടെ സ്വപ്നമാണ് അവിടെ തകരുന്നത്. ഇന്ത്യൻ ടീം നമുക്കുണ്ട്. ഇപ്പൊ തന്നെ ഏഷ്യൻ ഗെയിംസോ മറ്റോ വരുന്നുണ്ട്, അതിന് ഇന്ത്യൻ ടീമിനെ അയക്കുന്നില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട്? ഇന്ത്യൻ ടീമിൽ ഒരു കോൺഫിഡൻസ് അവരുടെ മാനേജ്മെന്റിനില്ല. കളിക്കാർക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ പോലും വിടത്തില്ല. ഇതെന്താ സ്കൂള് നീ ഇത് ചെയ്താൽ മതി, നീ അത് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ അതാണോ ചെയ്യേണ്ടത്? ഇതൊരു പാഠ്യ വിഷയമല്ല, ഇതൊരു കായിക ലോകമാണ്. ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാവരും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്ഥലത്ത് ഇന്ത്യയുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലെയുള്ള ചെറിയ ടീമുകൾ എന്ന് പറയുമ്പോൾ ചെറിയ ടീമുകളല്ല, ചെറിയ രാജ്യത്ത് നിന്ന് വന്ന് ലോകകപ്പിലെ വമ്പന്മാരെ ഞെട്ടിക്കുന്ന സാഹചര്യം. സ്പെയിനിനെ തകർത്തു. ഇന്ന് കബോ വെർഡെ എന്ന് പറയുന്ന ഈ രാജ്യം ഇന്ന് അർജന്റീനയുമായിട്ട് ഏറ്റുമുട്ടിയ സമയത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്ന ഒരു കാര്യമാണ് അർജന്റീനയും വോസിഞ്ഞ എന്ന ഗോളിയും തമ്മിലുള്ള മത്സരമാണ് എന്നൊരു നിലയിലായിരുന്നു ചർച്ചകൾ പോയത്. കാരണം ആ ഗോളി അത്രയധികം ആ ടീമിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഗോൾ കീപ്പർക്ക്. എന്തായാലും മത്സരം വന്നു. രാവിലെ മത്സരം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. 90 മിനിറ്റ് കഴിഞ്ഞിട്ടും 1-1 എന്ന നിലയിൽ അർജന്റീനയെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. 1-1 കഴിഞ്ഞ ലോകകപ്പിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് അവരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ, അവരെ അനായാസം തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ആ പോരാട്ട വീര്യം 90 മിനിറ്റിന് ശേഷം വീണ്ടും തുടർന്നു. അങ്ങനെ ആ ഒരു പോരാട്ട വീര്യം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അർജന്റീന 2-ാം ഗോൾ അടിച്ചു. അർജന്റീന 2,
കപ്പോവരുടെ 1 എന്ന നിലയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഞെട്ടിച്ചുകൊണ്ട് കപ്പോവരുടെ അടുത്ത ഗോള്, അതൊരു ഈ ലോകകപ്പിൽ തന്നെ മികച്ച ഒരു ഗോളാണ് അത് നമ്മൾ കണ്ടത്. 2-2 എന്ന നിലയിൽ പെനാൽറ്റിയിലേക്ക് നീങ്ങിയിരുന്ന ഒരു മത്സരം. അതിനിടയിൽ ഈ വസീഞ്ഞോയുടെ വക ഒത്തിരി സേവുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം മെസ്സിയുടെ എന്താ പറയുക, ഫ്രീ കിക്ക് വരെ തടഞ്ഞിടുക എന്ന് പറഞ്ഞാൽ സാധാരണ മെസ്സി അങ്ങനെ ചെയ്ത, ഈ ലോകകപ്പിൽ ചെയ്ത ഫ്രീ കിക്കുകളൊക്കെ ഗോളായി മാറിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഫ്രീ കിക്കൊക്കെ അനായാസം എന്ന് പറയുന്നില്ല, എഫേർട്ട് എടുത്തിട്ടുണ്ട് അദ്ദേഹം. നിശ്ചയദാർഢ്യത്തോടു കൂടി തടഞ്ഞിടുന്നത് കാണാൻ നമുക്ക് പറ്റി. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഈ ലോകകപ്പിൽ കണ്ടു. ഇങ്ങനെ ഒരു ടീം വന്ന് ലോക ചാമ്പ്യന്മാരെ വരെ ഞെട്ടിച്ച്, അതായത് മത്സരത്തെ അവർ തോറ്റുപോയി, പക്ഷെ തല ഉയർത്തി തന്നെയാണ് അവർ പോകുന്നത്. തോൽവിക്ക് ശേഷം തളർന്നിരുന്ന തന്റെ ടീമംഗങ്ങളെ പോലും അദ്ദേഹം നമ്മൾ തല ഉയർത്തി പോകണമെന്നും പറഞ്ഞ് അവരുടെ ഗോൾ കീപ്പർ വസീഞ്ഞ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതായത് ഇതൊക്കെ ജനങ്ങൾ കാണുന്നു, ജനങ്ങൾക്ക് അവരോട് കൂടുതൽ താല്പര്യം തോന്നും. ഇതുപോലെ തന്നെ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ലോകകപ്പിൽ നിന്ന് പടിയിറങ്ങിയപ്പോഴും ഒരുപാട് ആളുകൾ ആ ഒരു ടീമിന് സപ്പോർട്ട്, ആ ഒരു കോച്ചിന് കൊടുത്ത അംഗീകാരം, ആ ടീമിന് കൊടുത്ത അംഗീകാരമൊക്കെ നമ്മൾ കണ്ടതാണ്. തോറ്റു മടങ്ങിയാൽ പോലും ടീമുകളെ അംഗീകരിച്ച് ടീമിന്റെ പ്രകടനം കണ്ടിട്ട് ആരാധക വംശം അവർക്ക് കൂടുതൽ ഉണ്ടാവുകയും ആ രാജ്യത്തെ പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യ എന്തുകൊണ്ട്, ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല വിദേശത്തിരിക്കുന്ന ആളുകൾ പോലും ഈ വക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. 140 മില്യൺ അല്ലെങ്കിൽ 140 crore പീപ്പിൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ട് ഇങ്ങനെ അവർ പറയുന്ന ഒരു കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ഇവിടെ ഒരു ടീമില്ല, ഇവിടെ ഒരു എന്താ പറയുന്നത്, ലോകകപ്പിലേക്ക് മത്സരിക്കാൻ ടീമൊക്കെ ഉണ്ട്, പക്ഷെ ലോകകപ്പിലേക്ക് മത്സരിക്കാനുള്ള ഇതില്ലെന്ന് പല ആളുകളും പറയുന്നു. നമുക്കറിയാം കപ്പാസിറ്റി ഇല്ല, ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പറയുന്ന കാര്യങ്ങളിൻ്റെ അകത്ത് അർത്ഥമുണ്ടായിരിക്കും. ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്ന ആളുകൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം CK വിനീത്, മുഹമ്മദ് റാഫി എന്നീ മലയാളി താരങ്ങൾ നമുക്കുണ്ട്. അവർ പറയുന്നു നമുക്കതിനുള്ള ക്വാളിറ്റി ഇല്ലെന്ന്. അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ല എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും എന്തുകൊണ്ട്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, 17ാമത്തെ വയസ്സിലാണ് അവർ പ്രൊഫഷണൽ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. ആ സമയത്ത് 17ാമത്തെ വയസ്സിൽ ലയണൽ മെസ്സി, റൊണാൾഡോ, ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെയുള്ള ആളുകൾ ലോകകപ്പ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മൂക്കത്ത് വിരൽ വെക്കുന്നത്. മൂക്കത്ത് വിരൽ വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇഷ്ടംപോലെ കാര്യങ്ങൾ മൂക്കത്ത് വിരൽ വെക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പോരാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള കായിക വിനോദങ്ങളിൽ നമുക്ക് വേണ്ടത്ര ഒരു കൊടുക്കുന്നില്ല, ഒരു എഫേർട്ട് ഇടുന്നില്ല. പ്ലേയേഴ്സിന് നല്ല ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നു. എല്ലാവരുടെയും ശരീരത്തിൽ ചോരയും നീരുമാണ് ഉള്ളത്. മാത്രമല്ല ശരിയാണ്, നമുക്ക് മറ്റൊരു കാര്യമുണ്ട്. ഈ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും പല കാലാവസ്ഥകൾക്കും നമുക്ക് ചിലപ്പോൾ അത് വ്യത്യാസമുണ്ടായിരിക്കും. നമ്മൾ ചില കാലാവസ്ഥകൾ നമ്മുടെ മറ്റു രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാമിന കിട്ടാനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, അതിനൊക്കെയുള്ള സ്പെഷ്യൽ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല ക്വാളിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേയേഴ്സ് കയറി വരും. ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പഞ്ചാബിൽ മിനർവ എന്ന് പറയുന്നൊരു ക്ലബ്ബ്, പഞ്ചാബിലാണ് മുംബൈയിലാണ് മിനർവ എന്ന് പറയുന്നൊരു ക്ലബ്ബ് ഗ്രാസ് റൂട്ട് ലെവലിലെ പിള്ളേരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു നീക്കമാണ്. ഇനി പോട്ടെ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാര്യം പറയാം. കേരളത്തിൽ ഒരുപാട് ടർഫുകളും കാര്യങ്ങളും ഉണ്ട്. നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടോ? എന്തായാലും ഇത്തവണത്തെ ബഡ്ജറ്റിൽ മലപ്പുറത്തിനൊരു നല്ല ഗ്രൗണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയത്തില്ല, അത് റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഫുട്ബോൾ ഫാൻസ് ഉള്ളത്. എല്ലായിടത്തും ഉണ്ട്, കേരളം മുഴുവൻ ഫുട്ബോൾ ഫാൻസ് ഉണ്ടെങ്കിലും മലപ്പുറത്താണ് അതിൻ്റെ ഒരു ആവേശവും കാര്യങ്ങളും എല്ലാം വരുന്നത്. അതനുസരിച്ച് മലപ്പുറത്തിന് തന്നെ അത് സമ്മാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി വരുന്ന തലമുറയെങ്കിലും ചെറുപ്രായത്തിൽ തന്നെ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യും. അതിനുവേണ്ടിയുള്ള അവസരം അവരുടെ മാതാപിതാക്കളും അവരുടെ അധ്യാപകരും നൽകുവാണെങ്കിൽ രാജ്യത്തിൻ്റെ പേര് ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കാൻ ഉള്ള കുട്ടികളുടെ നമുക്ക് ഇവിടുന്ന് എത്തിക്കാൻ പറ്റും. അതായത് ആ കുട്ടികൾ പ്രാക്ടീസ് ചെയ്ത് അതിൽ നിന്ന് ഏറ്റവും ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിനെ തിരഞ്ഞെടുത്ത് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുവാനായിട്ട് പോകാനും ഇന്ത്യ എന്ന പേര് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ അറിയാം, പക്ഷേ ഫുട്ബോൾ മേഖലയിൽ അങ്ങനെ ഒരു പേര് ഊട്ടിയുറപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പം എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പം എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നങ്ങൾ ഏത് ലെവലിലാണേലും ഈ മാനേജ്മെന്റ് തലപ്പത്തേക്കൊക്കെ വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഫെഡറേഷന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഇതുപോലെ ഫുട്ബോളൊക്കെ കളിച്ച് ഏതെങ്കിലും ലെവലിൽ ഇന്ത്യൻ ടീമിലോ അല്ലെങ്കിൽ
പ്രൊഫഷണൽ ഫുട്ബോൾ നല്ലൊരു ലെവലിൽ എത്തുകയോ ചെയ്തതിന് ശേഷം ആ ഫെഡറേഷൻ്റെ അംഗ ആവുകയും പിന്നീട് അവർക്ക് താഴെയുള്ള കുട്ടികളെ എന്തുകൊണ്ട് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല? കാരണം ഒരു മനസ്സിലെന്നും നല്ലൊരു സ്പോർട്സ്, നല്ലൊരു ഫുട്ബോൾ ടീം, നമ്മുടെ ടീം അവിടെ എത്തണമെന്നൊരു താല്പര്യവും തീക്ഷ്ണതയും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നടക്കും. പകരം ഇവിടെ ഇതൊക്കെ ഒരു ബിസിനസ് മൈൻഡിൽ കാണുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ഈ പറയും ചില സമയങ്ങളിൽ തല മാറട്ടെ എന്ന്, തലകൾ മാറട്ടെ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ടീമിനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, അങ്ങനെയുള്ള ആളുകൾ കയറി വരട്ടെ. അങ്ങനെ കയറി വന്നാലേ കാര്യമുള്ളൂ. ഇപ്പം നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കാര്യം, BCCI, ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ, അതായത് BCCI സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടും നല്ല എല്ലാ സംസ്ഥാനങ്ങളിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രിക്കറ്റ് ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതുകൊണ്ടും ചില നമുക്കറിയാം ചില ലോബികളും കാര്യങ്ങളും ഒക്കെ സംസ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിനെ തെരഞ്ഞെടുത്ത് ഇന്ത്യൻ ടീമിൽ എത്തിക്കുവാനായിട്ട് അവരെടുക്കുന്ന എഫേർട്ട്, ആ ഒരു എഫേർട്ട് ഫുട്ബോൾ ഫെഡറേഷൻ എന്തുകൊണ്ട് എടുക്കുന്നില്ല? അങ്ങനെ എടുക്കുകയാണെങ്കിൽ എത്രയോ മനോഹരമായിരിക്കും ഇന്ത്യയിൽ ക്രിക്കറ്റും ഫുട്ബോളും. ഇനി ഇത് രണ്ടിനും വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്, നമ്മുടെ അത്ലറ്റിക്സ് മത്സരങ്ങളിലൊക്കെ മത്സരിക്കാൻ പോകുന്ന ആളുകൾ ചില സമയങ്ങളിൽ അവർ മത്സരിക്കാൻ പോകുമ്പോൾ ട്രെയിനിൽ ഇരിക്കാൻ ബെർത്തില്ല, അല്ലെ സീറ്റില്ല, അങ്ങനെ പല പല കാര്യങ്ങൾ, നിലത്തിരുന്ന് പോകുന്നു, ഒരു രീതിയിലുള്ള ഫെസിലിറ്റീസും കൊടുക്കാത്ത സാഹചര്യം നമ്മളിതൊക്കെ കാണാറുള്ളതാണ്. എന്താണെങ്കിലും ഇതെല്ലാം ഒന്ന് മാറി വരട്ടെ. കാരണം മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും എതിരെ പോരാടുന്ന ഒരു കാലഘട്ടമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ പിള്ളേരെ ചെറിയ പ്രായത്തിൽ സ്പോർട്സിനും കാര്യങ്ങൾക്കൊക്കെ അവരുടെ തലയിൽ മദ്യം, മയക്കുമരുന്ന് കാര്യങ്ങൾ, ആ ഒരു അഡിക്ഷൻ കയറാതെ സ്പോർട്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോർട്ടിൽ അവരെ ചെറുപ്പത്തിലെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലെവലിൽ പോകും. വരുന്ന തലമുറകൾ ഉറപ്പായിട്ടും ഈ പറയുന്ന മറ്റു തരത്തിലുള്ള ആസക്തികൾ, മദ്യാസക്തി, ഡ്രഗ്സ്, അങ്ങനെയുള്ള സാധനങ്ങളുടെ പുറകെ പോകാതെ അവർ സ്പിരിറ്റിൽ ഒരു ടീമിന് വേണ്ടിയിട്ടോ രാജ്യത്തിന് വേണ്ടിയിട്ടോ കളിക്കാൻ പറ്റുകയും ചെയ്യും. അവർ അത്യാവശ്യം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് വരികയും ചെയ്യും. മാത്രമല്ല സ്പോർട്സിൽ വിടുന്നതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞു കേൾക്കുന്നതല്ല, ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും ഒരു എനർജറ്റിക് ആയിട്ടിരിക്കുകയും പഠന കാര്യങ്ങളിൽ പോലും അവർക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അത്രയും നല്ല കോൺസെൻട്രേഷനും കാര്യങ്ങളും എല്ലാം കിട്ടുകയും ചെയ്യും. അപ്പം എന്തായാലും വളർന്നു വരുന്ന തലമുറ, അല്ലെങ്കിൽ ഇനിയെങ്കിലും തലമുറ വളർന്നു വരുന്നുണ്ട്, പക്ഷേ ഫെഡറേഷന്റെ ഭാഗത്തുനിന്ന് നല്ല നല്ല തീരുമാനങ്ങൾ വന്ന് എങ്ങനെയും നമ്മുടെ ടീം നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിനെ തിരഞ്ഞെടുത്ത് ടീമിൽ എത്തി ഇന്ത്യൻ ടീം ലോകത്തിന്റെ നിറയിൽ ഇന്ത്യയിൽ നിന്ന് വന്ന ടീമാണ് എന്ന് കാണിക്കുവാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ. നല്ലൊരു ഫുട്ബോൾ ടീം, നമുക്ക് നല്ല ഫുട്ബോൾ ടീമൊക്കെ ഉണ്ട്, പക്ഷെ എന്നിട്ടും ക്വാളിറ്റി ഇല്ലെന്നാണ് പറയുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ കുറവുകളെല്ലാം പരിഹരിച്ച് ആ ഒരു ടീം കയറി വരുന്ന കാണാനായിട്ടും അതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കേണ്ടത് ഫെഡറേഷനാണ്, ഫുട്ബോൾ ഫെഡറേഷനാണ്. അത് ഇപ്പം തന്നെ ഏഷ്യൻ ഗെയിംസ് അല്ലെങ്കിൽ ഇതിന് പോകണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം, ക്വാളിറ്റി ഇല്ല, നമ്മൾ പോയാൽ കിട്ടത്തില്ല എന്നും പറഞ്ഞ് നിങ്ങൾ പോകണ്ട എന്ന് പറയുന്ന സാഹചര്യം വരെ കേട്ടിരിക്കുന്നു. എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നമുക്ക് കാണുമ്പോഴും ഫുട്ബോൾ കാണുന്ന ഓരോ ഫുട്ബോൾ പ്രേമിക്കും, അതിപ്പോൾ കേരളത്തിൽ നിന്നാണേലും, കേരളം വേണ്ട, നമ്മൾ ഇന്ത്യ ഫുള്ള് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയിൽ നിന്ന് തന്നെ നമ്മുടെ ടീം എന്തുകൊണ്ട് കയറുന്നില്ല, നമുക്കൊരു ടീം വേണ്ടേ, നമ്മുടെ ടീം ലോകകപ്പിൽ കളിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇന്ന് ഈ കാര്യം ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം 10 പേരെങ്കിലും കാണട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. 10 പേര് കാണട്ടെ എന്ന് വെച്ചാൽ 10 പേരല്ല, ഇഷ്ടംപോലെ ആളുകൾ കാണട്ടെ. നമുക്കും നമ്മുടെ ഒരു ടീം നല്ല നിലയിൽ എത്താൻ ആഗ്രഹിക്കുന്ന, എന്നെ പോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്. അങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാം. കാരണം 140 കോടിയിലധികം ജനങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് 1 കോടിയുടെ കാര്യം ഞാൻ പറയും, 1 കോടി ജനങ്ങളുടെ കാര്യം, ബാക്കി ഇഷ്ടംപോലെ കിടപ്പുണ്ട്. എങ്കിലും അത്രയധികം ആളുകളുടെ ആഗ്രഹവും കാര്യങ്ങളും എല്ലാം അവർക്കൊക്കെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇന്ന് സംസാരിച്ച ഈ കാര്യങ്ങളിൽ.